എൻ്റെ പേര് നവീൻ. ഞാൻ കോട്ടയത്ത് നിന്നാണ്. ആർട്ട് പഠിച്ചല്ല, എൻ്റെ അച്ഛൻ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പം അതുവഴിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അച്ഛൻ പണ്ട് മുതലേ ചെയ്യുന്നത് കണ്ടിട്ട് അതുവഴി വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ കുറെ തടസ്സങ്ങളുണ്ടായിരുന്നു. ജോലി പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് എന്തുകൊണ്ട് ആർട്ട് ഒരു വരുമാന മാർഗ്ഗം ആക്കിക്കൂടാന്നൊരു തോന്നൽ വന്നപ്പോഴാണ് നാട്ടിലേക്ക് വരാൻ തുടങ്ങിയത്. ക്ലാസ്സിലേക്ക് വന്നതിൽ പിന്നെയാണ് ഞാൻ ഇങ്ങനെ ഓരോന്നിനൊരു പേരുണ്ട്, മെത്തേഡ് ഉണ്ട്, ഓരോന്നിന് ടെക്നിക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പം ഓരോ പേരുകൾ ഞാൻ അങ്ങനെയാണ് പഠിച്ച് അതിനനുസരിച്ച് ചെയ്യാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് അതിൽ നിന്നുണ്ടായിട്ടുണ്ട്. എങ്ങനെ ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സപ്പോർട്ട് ഒരുപാടുണ്ട്. കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സപ്പോർട്ട് ഒരുപാടുണ്ട്. പക്ഷെ അതില് ഏജ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരൊക്കെ വർക്ക് കാണുമ്പോൾ ഏജ് ഒക്കെ വെറും ജസ്റ്റ് നമ്പരാന്ന് പറയുന്ന പോലെയാണ് അവരുടെ വർക്കൊക്കെ കാണുമ്പോൾ. നാട്ടില് 1 ഇയർ ഗോള് ഒരുപാടുണ്ട്. മെയിൻ ആയിട്ടുള്ളത് ഒരു ആർട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം. ഒരു വർഷം ഗോള് ഒരു ചാർക്കോൾ ഡ്രോയിങ് ചെയ്യണം. ഞാൻ ചാർക്കോൾ ഡ്രോയിങ് ചെയ്തിട്ടില്ല. അതെ, ഞാൻ ഈ വർക്ക് എടുത്തിട്ടുണ്ടപ്പം എന്റെ ഫാമിലി പെട്ടവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ചെയ്യാൻ പാടില്ല, അതിനൊക്കെ വല്ല പോക്കറ്റ് മണി ആയിട്ട് കിട്ടുന്നുണ്ടോ, ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല, നീ വേറെ വല്ല ജോലിക്ക് പോടാ, ഇതൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് അന്ന് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഇൻകം എനിക്ക് ഇതിന്റെ അകത്ത് ഞാൻ എടുക്കുന്നു. ഇതിന്റെ അകത്ത് എല്ലാവരും വിചാരവും ഇതിന്റെ അകത്ത് ഇതൊന്നും കിട്ടില്ല എന്നുള്ളൊരു വിചാരമാണ്. പക്ഷെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഹാപ്പിയാണ്. ആർട്ട് വർക്ക് ഞാൻ ഉപേക്ഷിച്ച ആളായിരുന്നു. ഉപേക്ഷിച്ചിട്ട് രണ്ടാമത് ഇറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നാണ് വീണ്ടും. പിന്നെ ഇത് വിട്ട് കളയാൻ എനിക്ക് തോന്നിയിട്ടില്ല. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ആ ഒരു യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇത്തരത്തിലുള്ളൊരു വീഡിയോസ് കൊണ്ട് ആർട്ടിലൂടെ നല്ല ചിത്രങ്ങൾ വരച്ച് കോൺഫിഡൻസ് നേടിയ ഒരുപാട് പേരുടെ യാത്രകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മോടൊപ്പം നവീൻ ഉണ്ട്. നവീൻ വരച്ച ചിത്രങ്ങളിലേക്കും നവീൻ്റെ യാത്രയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമേ തന്നെ കൺഗ്രാജുലേഷൻസ്. കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന ഒരു അവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് നവീൻ എൻ്റെ മുമ്പിലിരിക്കുന്നത്. എൻ്റെ പേര് നവീൻ. ഞാൻ കോട്ടയത്ത് നിന്നാണ്. എൻ്റെ വീട്ടിലെ അച്ഛൻ, അമ്മ, ചേട്ടനാണ് ഉള്ളത്. ആർട്ട് പഠിച്ചല്ല, എൻ്റെ അച്ഛൻ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പം അതുവഴിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അച്ഛൻ ആദ്യം സമയത്തൊക്കെ പറഞ്ഞു തരും എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ സ്കൂളിലൊക്കെ ഓരോ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഞാൻ 10 പഠിച്ചു കഴിഞ്ഞ സമയത്ത് എൻ്റെ ആർട്ട് ഇവിടെ സ്റ്റോപ്പായി. ഞാൻ ജോലിയിലൊക്കെ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് എൻ്റെ ജോലി പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് എന്തുകൊണ്ട് ആർട്ട് ഒരു വരുമാന മാർഗ്ഗം ആക്കിക്കൂടാന്നൊരു തോന്നൽ വന്നപ്പോഴാണ് നാട്ടിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനിപ്പം കമ്മീഷൻ വർക്കൊക്കെ കൂടുതലായിട്ട് എടുക്കാൻ തുടങ്ങിയത്. അതിന് ശേഷമാണ് എടുക്കാൻ തുടങ്ങിയത്. എനിക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടായിരുന്നു. പണ്ട് മുതലേ ആരും പഠിപ്പിച്ചു തരാൻ കൂടുതലായിട്ട് പഠിപ്പിച്ചു തരാൻ ഇല്ലാത്തതുകൊണ്ട് അച്ഛനല്ലാതെ വേറെ ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ ആർട്ടിലേക്ക് വരാൻ തുടങ്ങിയ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ എനിക്ക് പറഞ്ഞു തരത്തില്ല. ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞു തരത്തില്ല. ക്ലാസ്സിലേക്ക് വന്നതിൽ പിന്നെയാണ് ഞാൻ ഇങ്ങനെ ഓരോന്നിനൊരു പേരുണ്ട്, മെത്തേഡ് ഉണ്ട്, ഓരോന്നിന് ടെക്നിക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പം ഓരോ പേരുകൾ ഞാൻ അങ്ങനെയാണ് പഠിച്ച് അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് അതിൽ നിന്നുണ്ടായിട്ടുണ്ട്. എങ്ങനെ ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് പഠിക്കുന്നതിന് മുൻപ് എനിക്ക് വർക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ മടിയായിരുന്നു. എങ്ങനെ ആവും, നമ്മൾ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് മറ്റുള്ളവർ എന്ത് പറയുന്നൊരു പേടി ഉള്ളിലുണ്ടായിരുന്നു. ആദ്യ സമയത്ത് ഒരു വർക്ക് വന്നപ്പം ഞാൻ ഏറ്റെടുത്തിട്ട് ടൈം ആയപ്പോൾ ഞാൻ ഒഴിവാക്കി കളഞ്ഞു. എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ലെന്ന് ഉള്ളിൽ ഒരു പേടി വന്നവരാണ്. ക്ലാസ്സിന് ജോയിൻ ചെയ്തതിനു ശേഷം ഒരു മടിയില്ലാതെ ചെയ്യും. ഇപ്പൊ ചെയ്തു തരാൻ വേണ്ടി ഓക്കെ, അതിനപ്പുറത്തേക്ക് ഒരു മറുപടി പറയില്ല, ചെയ്തു തരും. നമ്മുടെ ക്ലാസ്സിൽ കുറേ എലമെന്റ്സ് ഉണ്ടല്ലോ. നമുക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, വീക്കിലി മീറ്റിംഗ് ഉണ്ട്, റെക്കോർഡർ കോഴ്സ് ഉണ്ട്, ഡ്രോയിങ് മാസ്റ്റർ മാരത്തോൺ ഇവന്റ് എല്ലാം ഉണ്ട്. നവീന ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എലമെന്റ് പറയാൻ പറഞ്ഞ എന്താ പറയാ? എനിക്ക് മാരത്തോൺ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഫസ്റ്റ് മാരത്തോണിന് ഞാൻ ചെയ്തപ്പം എനിക്ക് അതിൽ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് മാസ്റ്റർ പീസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതിലൊരു വിഷമം എനിക്കുണ്ടായിരുന്നു, ചെയ്യാൻ പറ്റാതെ വന്നു. പക്ഷെ രണ്ടാമത്തെ മാരത്തോൺ വന്നപ്പം അത് മനസ്സിലാക്കി ഇത് തന്നെ ചെയ്തെടുക്കണം. ഉറപ്പിച്ചതിന് ശേഷമാണ് ഇത് ഫുള്ളാക്കി കംപ്ലീറ്റ് ആക്കും ഉറപ്പിച്ച ശേഷമാണ് ഞാൻ ഇതിലേക്ക് വന്നത്. പക്ഷെ അന്നേരം കൂടുതലായിട്ട് എനിക്ക് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. സപ്പോർട്ട് ഒരുപാടുണ്ട്. കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സപ്പോർട്ട് ഒരുപാടുണ്ട്. പക്ഷെ അതില് ഏജ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരൊക്കെ വർക്ക് കാണുമ്പോൾ ഏജ് ഒക്കെ വെറും ജസ്റ്റ് നമ്പരാന്ന് പറയുന്ന പോലെയാണ് അവരുടെ വർക്കൊക്കെ കാണുമ്പോൾ. ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്, ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇത് എങ്ങനെ ചെയ്തു എന്ന് അറിയാൻ വേണ്ടി ഒരുപാട് പേരെ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് അതുപോലെ കൂടുതലാണ്. പണ്ട് ചെയ്ത വർക്കൊക്കെ ഇതാണ്. ഇതൊരു 2021 ഞാൻ ഇങ്ങനെയായിരുന്നു 2018 ചെയ്തു. ഏകദേശം 5-6 വർഷത്തിന്റെ അകത്ത് വലിയൊരു മാറ്റം സംഭവിച്ചു. ഇതൊക്കെ നമ്മുടെ മാരത്തോണിന്റെ പാർട്ടായിട്ട് ചെയ്തതല്ലേ?
അതെ അതെ. ഏറ്റവും കൂടുതൽ പോർട്രേറ്റ് ആണോ ചെയ്യാറുള്ളത്? ആ പോർട്രേറ്റ് കൂടുതൽ ചെയ്യുക. കമ്മീഷൻ വർക്ക് വരുന്നത് കൂടുതലും പോർട്രേറ്റ് ആണ്. എനിക്ക് കൂടുതലായിട്ടും പോർട്രേറ്റ് ആണ് കൂടുതലും ക്രിയേറ്റീവ് ആയിട്ട് അതിൽ പോർട്രേറ്റ് വന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉം. ഇതൊക്കെ നന്നായിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ. ആ ആ. നന്നായിട്ടുണ്ട്. ഇത് മോണോസിറ റേസർ ആണോ യൂസ് ചെയ്തിരിക്കുന്നത്? സിറ ലൈറ്റ്. അല്ല അല്ലല്ല, മോണോ ഇറേസർ അല്ല, ഇലക്ട്രിക് ഇറേസറും പെൻസിൽ ഇറേസറും. കൊള്ളാം. നവീൻ പെയിന്റിങ് ട്രൈ ചെയ്തിട്ടുണ്ടോ, അതോ ഡ്രോയിങ് മാത്രമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇല്ല, ഞാൻ പെയിന്റിങ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് അത് ചെയ്യാണ്ട് വന്ന പിന്നെ എനിക്ക് അങ്ങനെ എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. ഞാൻ അക്രലിക്കാണ് ഞാൻ ചെയ്തത്. റിയലിസം തന്നെയാണോ? അതെ, ഈ കൂടുതലും ചെയ്യുന്നത് സീനറി ടൈപ്പുകളായിരുന്നു ചെയ്തോണ്ടിരുന്നത്. നാട്ടില് 1 ഇയർ ഗോള് ഒരുപാടുണ്ട്. മെയിൻ ആയിട്ടുള്ളത് ഒരു ആർട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം ഒരു വർഷം വരെ. ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ? രണ്ടും നോക്കുന്നുണ്ട്. ഇപ്പൊ നോക്കുന്നത് ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലേക്ക് ഒന്ന്. അപ്പൊ അതിനെ കുറിച്ച് പറയുന്നത്, അപ്പം ഈ കിഡ്സിന്റെ കോഴ്സ് നമ്മൾ എടുക്കണം. ഞാൻ 10 വയസ്സിന് മുകളിലേക്കാണ് ഞാൻ നോക്കിയത്. ആർട്ട് സ്കൂളായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ എൻക്വയറി കിഡ്സിൻ്റെ വരും. അപ്പോൾ അവരെ മാറ്റി നിർത്തിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി പഠിപ്പിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ കിഡ്സിൻ്റെ ക്ലാസ്സും പാരലലി ചെയ്യുന്നത് നല്ലതാണ്. 4 to 9 ഓയിൽ പേസ്റ്റൽസ് കളറിങ് നമ്മുടെ കിഡ്സിൻ്റെ കോഴ്സിൻ്റെ അകത്തുണ്ട്. സെയിം മെത്തേഡ് തന്നെ ആ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അതിൻ്റെ അകത്ത് ഓയിൽ പേസ്റ്റിൽ വെച്ചിട്ടുള്ള കളറിങ് ഉണ്ട്. പിന്നെ പെയിൻറ്റിങ് ആണെങ്കിൽ വാട്ടർ കളർ കേക്ക്സ് വെച്ചിട്ടുള്ള പെയിൻറ്റും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ പെൻസിൽ ഡ്രോയിങ്, പിന്നെ കൂടുതലും കാർട്ടൂൺ ഡ്രോയിങ്ങുകളും ഒക്കെയാണ് പഠിപ്പിക്കുന്നവർ. അവരെ കുറേ തിയറി പഠിപ്പിച്ച് ബോറടിപ്പിക്കാതെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരച്ച് അതിലൂടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇതോടെ ഒരു ചാർക്കോൾ ഡ്രോയിങ് ചെയ്യണം. ഞാൻ ചാർക്കോൾ ഡ്രോയിങ് ചെയ്തിട്ടില്ല. ചാർക്കോൾ ഇടയ്ക്ക് യൂസ് ചെയ്തിട്ടില്ലേ ഗ്രാഫൈറ്റ് ഡ്രോയിങ്ങിൻ്റെ ഇടയിലൊക്കെ? ഗ്രാഫൈറ്റ് കൂടെ മിക്സിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ടല്ല, ചാർക്കോൾ ആയിട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ടോണുകളുണ്ടല്ലോ, അത് ഏറ്റവും ആ നല്ലത് ഗ്രാഫൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ചാർക്കോൾ ആണെങ്കിൽ ഒരു 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 ബ്ലാക്കിൻ്റെ ഒരു ഒരു ചായ്വ് എടുക്കുന്നുണ്ടായിരിക്കും. ഞാൻ എപ്പോഴും ഉം. മിക്സ് ആയിട്ട് ചെയ്യാറുള്ളത്, ഗ്രാഫൈറ്റ് പ്ലസ് ചാർക്കോളാണ് ചെയ്യാറുള്ളത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. ചാർക്കോൾ ഡ്രോയിങ് മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒരു വെറൈറ്റി ഫീൽ ആയിരിക്കും. പിന്നെ ഒരു ബിഗ് ഡ്രോയിങ് ചെയ്യണം. ഞാൻ ഒരു ബിഗ് ഡ്രോയിങ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നത് A1 തോന്നുന്നു. ഇപ്പൊ 2 പ്രാവശ്യം ഞാൻ ഇതിപ്പോ എനിക്ക് ഫെയിലായി. ഒരെണ്ണം ബിഗ് ഡ്രോയിങ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. ഉം. ഇതുവരെ ചെയ്തിട്ടില്ല. എത്രയും അപ്പുറത്തേക്ക് ഞാൻ ചെയ്യാൻ കൂടുതലായിട്ട് തയ്യാറായിട്ടില്ല. പിന്നെ നാലാമത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഈ ഒരു വർഷം നടക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ റൂമില് ഞാൻ വരച്ച ഡ്രോയിങ്സ് ഒന്നുമില്ല. പക്ഷെ അതെനിക്ക് വെക്കണമെന്നുണ്ട്. ഞാൻ ചെയ്ത വർക്കുകളെല്ലാം എനിക്ക് വെക്കണമെന്നുണ്ട്. പേപ്പർ റോൾ എടുക്കുന്നതിന് അതില് 300 GSM ഒക്കെ വരുന്നത് എത്ര, ഏതായിരിക്കും നല്ല ബ്രാൻഡിങ്? ഫേബർ കാസിലിൻ്റെ ഉണ്ട്. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തത് ഫേബർ കാസിലിൻ്റെയാണ്. അപ്പോൾ ഞാൻ വാട്ടർ കളർ ചെയ്യുന്നത് ആർച്ചസ് പേപ്പറാണ്. പിന്നെ വലിയ സൈസിൽ വരയ്ക്കുകയാണെങ്കിൽ മാക്സിമം GSM ഉള്ള എടുക്കുക. 300 400 500. പൊട്ടും ചുളിയില്ല. അപ്പം ഞാൻ ഈ വാട്ടർ കളർ ചെയ്യുന്നത് ഇതുവരെ ചുളുങ്ങിയിട്ടില്ല. എൻ്റെ ഒരു ഇതിൽ 500 അല്ലെങ്കിൽ 700 GSM ആണ്. വെള്ളം വീഡിയോസ് കാണാറുണ്ട് എപ്പോഴും. വെള്ളം ചേർക്കണമെന്ന് നിർബന്ധമില്ല. അത് പേപ്പർ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കുന്നത്. നമ്മൾ വാങ്ങിച്ച പേപ്പർ റോളിൽ ചുളിവുകളുണ്ട്, അത് നിവർത്താൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. അല്ലാതെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ലാസ്റ്റ് ആയിട്ട് മാസ്റ്റർ പീസ് ചെയ്തില്ലേ, ഉം. ലാസ്റ്റ് ആയിട്ട് ചെയ്തില്ല. പക്ഷെ അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന അന്ന് പോലെ എനിക്ക് നെഗറ്റീവ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിൽ. എന്താ? ഇൻസ്റ്റയിലാണ് കൂടുതലും വന്നത്. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് എന്നെ വിളിച്ചിട്ട് കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, നീ പോയി ഇത് ശരിയല്ല, നീ ഒരു ആർട്ടിസ്റ്റ് ആണോ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ, ഇതാണോ നീ ഇരിക്കുന്ന മെത്തേഡ് എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഇതില് ഞാൻ ചെയ്ത തെറ്റെന്താണ്. അപ്പം ആൾ അതിനെ കുറിച്ച് പറയണില്ല. തെറ്റ് മാത്രമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അന്നേരം ഇവരുടെ കോണ്ടാക്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. പക്ഷെ അല്ലെങ്കിൽ ഞാൻ ചെയ്യണ ഒരു രീതി വെച്ച് ഒന്നുമല്ല അവർ ചെയ്യണം. പക്ഷെ അവരുടെ കേട്ടറിവോ കണ്ടറിവോ മാത്രം വെച്ചിട്ട് അങ്ങോട്ട് എൻ്റെ അടുത്ത് ഒന്നും അതിനെ കുറിച്ച് പറഞ്ഞു. മെസ്സേജ് ചെയ്തു, നീ ഇതിങ്ങനെയാണോ ചെയ്യുന്നത് എല്ലാം ചോദിച്ചാൽ എനിക്ക് മെസ്സേജും വരാൻ തുടങ്ങി നെഗറ്റീവായിട്ട്. ഞാനത് വലിയ കാര്യമാക്കിയിട്ടില്ല. കാരണം ഞാൻ അതിന് എത്ര ടൈം എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് നന്നായിട്ട് അറിയാം അത് എങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം എന്തുകൊണ്ട് അവർ പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ 2014 എക്സിബിഷൻ ചെയ്തപ്പോൾ എനിക്ക് റിയലിസ്റ്റിക് ആണ് പൊതുവെ താല്പര്യം. പക്ഷേ ആ എക്സിബിഷന് ഒരു ഒരു ഇംപ്രഷനിസ്റ്റിക് സ്റ്റൈൽ, ഒരുപാട് റിയലിസ്റ്റിക് അല്ലാത്ത ബ്രഷ് വർക്കൊക്കെ കാണുന്ന രീതിയിലുള്ള സ്റ്റൈലുള്ള അക്രിലിക് പെയിൻറ്റിങ്സ് ആണ് കൂടുതൽ വെച്ചിരുന്നത്. ആ സമയത്ത് കുറേ ആർട്ടിസ്റ്റുകൾ തൃശ്ശൂർ ലളിതകലാ അക്കാദമിയിലായിരുന്നു.
കുറേ ആർട്ടിസ്റ്റുകൾ ആർട്ട് വർക്ക് കാണാൻ വരുന്നുണ്ടായിരുന്നു. അപ്പം അന്നൊക്കെ നമ്മൾ അത്ര ആർട്ടിസ്റ്റുകൾ അടുത്ത് കാണില്ല. അപ്പം ഞാൻ ചെന്ന് ചോദിക്കും, ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ, അഭിപ്രായം പറയാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്ന് ഇടിച്ചു കയറി ചോദിക്കുമായിരുന്നു. ആ സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഓരോ ആർട്ടിസ്റ്റും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു, ഒന്നിനോടൊന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇതിന് ഔട്ട്ലൈൻ കാണുന്നില്ല, ഔട്ട്ലൈൻ നല്ല തിന്നായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചിടണം. ഇപ്പോൾ ബ്രഷ് വാങ്ങിക്കുന്ന ഷോപ്പ് വരെ അദ്ദേഹം പറഞ്ഞു തന്നു. ആ ബ്രഷ് ഇങ്ങനെ ഉം. നല്ല നീണ്ടിരിക്കും, അത് വെച്ചിട്ട് ഒരു ബ്ലാക്ക് പോലത്തെ അല്ലെങ്കിൽ ബ്രൗൺ പോലത്തെ കളർ ഉപയോഗിച്ച് എല്ലാത്തിനും ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല വിസിബിലിറ്റി ഉണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവും. വേറെ ആർട്ടിസ്റ്റ് വന്ന് പറഞ്ഞത് അത് കുറച്ചും കൂടി അബ്സ്ട്രാക്റ്റ് ആയിട്ട് ചെയ്യണം, കളേഴ്സ് കുറച്ചും കൂടി മെർജ് ആവാനുണ്ട്. വേറെ ആർട്ടിസ്റ്റ് വന്നത് പറഞ്ഞത് കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആവണം കളേഴ്സ്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ വീട്ടിൽ പോയിട്ട് കുറേ നാൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചു. എന്താ ഇവരിങ്ങനെ പറയുന്നത്. പിന്നെ ഞാൻ ആർട്ട് ഹിസ്റ്ററി പഠിച്ചു. ഇവിടെ നിന്നാണ് എനിക്ക് ഇതിൻ്റെ ക്ലാരിറ്റി മനസ്സിലായത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് എക്സിബിഷൻ കാണാൻ വന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ആർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഉം. എൻ്റെ അടുത്ത് ഔട്ട്ലൈൻ ഡാർക്ക് ആക്കണം, ഇങ്ങനെ പോയിന്റഡ് ആയിട്ടുള്ള ബ്രഷ് വെച്ച് വരയ്ക്കണം എന്ന് പറഞ്ഞത് മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ശൈലിയാണ് അതാണ്, അദ്ദേഹം അത് ഇഷ്ടപ്പെടുന്നതാണ്. എൻ്റെ അടുത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യണം, വെള്ളം കൂടുതൽ അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ആൾ വാട്ടർ കളർ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവരുടെ മാത്രം എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവർ നമ്മൾ ഉപദേശിക്കാൻ വരുന്നത്. അപ്പോൾ നേരെ മറിച്ച് ഞാൻ ആർട്ട് ഹിസ്റ്ററി നോക്കിയ സമയത്ത്, ആർട്ട് ഹിസ്റ്ററി പഠിച്ച സമയത്ത്, ആർട്ട് ഉണ്ടായ കാലം മുതലേ പല ഡിഫറെൻറ്റ് ശൈലിയിൽ വരയ്ക്കുന്ന കലാകാരന്മാർ ലോകത്തുണ്ട്. റിയലിസ്റ്റിക് ആണെങ്കിലും അബ്സ്ട്രാക്റ്റ് ആണെങ്കിലും ഏത് ശൈലിയിൽ വരയ്ക്കുന്ന കലാകാരന്മാരാണെങ്കിലും അവർക്ക് എല്ലാവർക്കും സ്പേസ് ഉണ്ടായിരുന്നു ലോകത്ത്. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലായി. ഇപ്പോൾ ജോൺ ഡ്രൈക്ക് വന്ന സമയത്ത് റീൽസും കുറച്ചും കൂടി കൂടുതൽ പേരിലോട്ട് എത്തി. കുറേ പേര് യൂട്യൂബിൽ അതെ. കുറേ പേര് റിയലിസ്റ്റിക് ആണ് ചെയ്യുന്നത്. ഒരു സമയത്ത് ഞാൻ എക്സിബിഷൻ ഒക്കെ ചെയ്ത സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, റീലിസ്റ്റിന് എല്ലാവരും എതിരായിരുന്നു. റീൽസും ചെയ്യാൻ പാടില്ല, ഫോട്ടോ എടുക്ക റീലിസം ഫോട്ടോ എടുക്കാമല്ലോ, പിന്നെ എന്തിനാണ് ഒരു ആർട്ടിസ്റ്റ് അത് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു, ഈ വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് റീൽസും കൂടുതൽ പേരിലോട്ട് എത്തും, അതിന് നല്ല പ്രചാരം കിട്ടും. പിന്നീട് അങ്ങോട്ട് ഞാൻ റീലിസത്തിൽ ഫോക്കസ് ചെയ്യും. ഞാൻ റീലിസം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം അതിൻ്റെ ബാക്കിൽ ആർട്ട് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന കാഴ്ചകളെ പേപ്പറിലേക്ക് പകർത്തുന്ന പ്രോസസ്സാണ്. നമ്മളത് റിയലിസ്റ്റിക് ആയിട്ട് പകർത്തിയാലും റിയലിസ്റ്റിക് അല്ലാതെ പകർത്തിയാലും കലാകാരൻ അതിൽ പണിയെടുക്കുന്നുണ്ട്. അതാണ് അതെ. കലാകാരൻ്റെ സ്കില്ല് എന്ന് പറയുന്നത്. ആ പണിയാണ് സ്കിൽ. ആ പേപ്പറിലോട്ട് അത് കൊണ്ടുവരണമല്ലോ. അത് ഏത് 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 രീതിയിലാണെങ്കിലും അത് പകർത്താനുള്ള അദ്ദേഹം എടുക്കുന്ന എഫേർട്ടും അദ്ദേഹത്തിൻ്റെ ഭാവനയാണ് ആർട്ട് എന്ന് പറയുന്നത്. അപ്പം എല്ലാ ആർട്ടിനും അതിൻ്റേതായ ബെനഫിറ്റ് ഉണ്ട്, അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. എല്ലാ ആർട്ടും ഒരേപോലെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റണം. ഇപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, എല്ലാ ആർട്ടും ഒരേപോലെ കാണാൻ പറ്റാത്തവൻ കലാകാരനല്ല. അത് പൊട്ടക്കിണറ്റിലെ തവള എന്ന് പറയും. അവർക്ക് അത് മാത്രം, അവർക്ക് മ്യൂറൽ പെയിൻറ്റിങ് മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് വാട്ടർ കളർ മാത്രമേ അറിയുള്ളൂ. ഇവരൊക്കെ മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കി. കുട്ടികളും അവർ പൊട്ടക്കിണറ്റിലെ തവളയാണെങ്കിൽ കുട്ടികൾ ബക്കറ്റിലെ തവളയായിട്ട് വളരും. മനസ്സിലാവുന്നുണ്ട്. ഇതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ഉം. ഇങ്ങനെ പോയായിരുന്നു ആർട്ട്. എനിക്കൊരു മോട്ടിവേഷൻ കിട്ടിയത് അവിടെ നിന്നായിരുന്നു. ആർട്ട് ഒരുപാട് പേരിലോട്ട് എത്തിക്കണം. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് നോക്കിയാൽ അറിയാം, നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും റിയലിസ്റ്റിക് മാത്രമല്ല ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പിൽ കാർട്ടൂൺ ചെയ്യുന്നവർ, അബ്സ്ട്രാക്റ്റ് ചെയ്യുന്നവർ, പെയിൻറ്റിങ് തന്നെ ഡിഫറെൻറ്റ് രീതിയിൽ ചെയ്യുന്നവർ. അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ചെയ്യുന്നത് കറക്റ്റാണ്, ഞാൻ കറക്റ്റ് പാതയിലാണ് പോകുന്നത്. എല്ലാവരും അവരവരുടെ ആർട്ടിൽ കോൺഫിഡൻ്റ് ആവുക എന്നുള്ളതാണ്. ഞാനൊരു ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റീല് ചെയ്തായിരുന്നേ. അതിൻ്റെ അകത്തൊരു കാര്യം പറയുന്നുണ്ട്. പിക്കാസോൻ്റെ ഡ്രോയിങ്, പിക്കാസോൻ്റെ ആർട്ട് വർക്ക്, പിക്കാസോൻ്റെ പെയിൻറ്റിങ്, രാജ രവിവർമ്മയുടെ പെയിൻറ്റിങ്, റോദുക്കോൻ്റെ പെയിൻറ്റിങ്, ഇത് മൂന്നും അടുത്തടുത്ത് വയ്ക്കുക. മൂന്നും ഡിഫറെൻറ്റാണ്, കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഒരു റിയലിസ്റ്റിക് ഡ്രോയിങ് വെച്ചാൽ അത് മറ്റൊരു ആർട്ട് വർക്ക്. അതിലേത് നല്ലതെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഇല്ല. പക്ഷെ അത് ഉം. വരച്ച മഹാനായ ആർട്ടിസ്റ്റ് ഏതാണ്, ഫേമസ് ആയ ആർട്ടിസ്റ്റ് ഏതാണ്, ഏറ്റവും വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഏതാണ്, അവിടെ ചോദ്യം വരും. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആർട്ടിനേക്കാൾ ഇമ്പോർട്ടൻസ് ആർട്ടിസ്റ്റിനുണ്ട്. അത് റിയാലിറ്റിയാണ്. നമ്മുടെ ക്യാരക്ടർ, നമ്മൾ സോഷ്യൽ മീഡിയ ഇടുന്ന വീഡിയോസ്, നമ്മുടെ വിഷൻ, നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ, നമ്മുടെ കാണുന്ന കാഴ്ചപ്പാടൊക്കെ ആൾക്കാർ ട്രിഗറാവും, ആൾക്കാർ ചിലപ്പോൾ ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ആർട്ടിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആർട്ടിനെ പോലെ തന്നെ നമ്മുടെ ക്യാരക്ടറും നമ്മുടെ ബാക്കിയുള്ള ബിസിനസ്സൊക്കെ ഒരുമിച്ച് ബിൽഡ് ചെയ്യാൻ നോക്കുക. അത് നവീൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, എൻ്റെ ക്ലാസ്സിൽ എന്തുകൊണ്ട് ഇത്ര സ്റ്റുഡൻസ് വരുന്നത്? ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരയ്ക്കുന്ന ആർട്ടിസ്റ്റ് ഒന്നും അല്ല. പക്ഷെ നമ്മുടെ ഉം. ക്ലാസ്സിലെ സ്റ്റുഡൻസ് വരുന്നത്, ഞാൻ ഇതിൻ്റെ ക്ലാരിറ്റിയോടുകൂടി എനിക്ക് പഠിപ്പിക്കാൻ അറിയാം, ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, എനിക്കിത് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയാം. ആ സ്കില്ലിൽ ഞാൻ കൂടുതൽ വർക്ക് ചെയ്തത്. ഞാൻ ഡ്രോയിങ് അല്ലെങ്കിൽ പെയിൻറ്റിങ് നല്ല രീതിയിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ വർക്ക് ചെയ്ത സ്കില്ല് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരുന്നു. അപ്പോൾ ഓരോ ആർട്ടിസ്റ്റിനും ഓരോ ഞാനിങ്ങനെ വന്നേ, അത് അത് വെച്ച് ഇങ്ങനെ മാത്രം വരാൻ പാടുള്ളൂ എന്നില്ല. കമ്മീഷൻ വർക്ക് മാത്രം ചെയ്യുന്നവരുണ്ട്,
ഓരോ ആർട്ടിസ്റ്റിനും ഓരോ ജേണിയാ, ഓരോ ആർട്ടിസ്റ്റിനും അവരുടേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അപ്പൊ നവീനെ കുറ്റപ്പെടുത്തുന്നവരും കളിയാക്കുന്നവരും ഒക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ബ്ലോക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന അത്രേ ഉള്ളൂ. നമ്മൾ അവരുടെ ഇല്ല, അടുത്ത് ഞാൻ മറുപടി അത് കൊടുത്തിട്ട് കളഞ്ഞു. ഒന്നും ചെയ്യരുത്, കോള് പോലും എടുക്കരുത്. ഞാൻ കോള് പോലും എടുക്കില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഒരു ഇതാണ്, എനിക്ക് മെസ്സേജ് അയച്ചാണ് ആൾ എന്നോട് പറഞ്ഞത് പ്രോഗ്രസ് ഫോട്ടോസ് ഇടരുതെന്ന്. പ്രോഗ്രസ് ഫോട്ടോസ് ഇടാൻ പാടില്ല, ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം ഇടാൻ പാടുള്ളൂ, അതിൽ പ്രോഗ്രസ് നീ ഇടാൻ പാടില്ല എന്ന് പോകും. ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല. അതെന്താണെന്നറിയാവോ? അത് കാലം മാറിയത് അറിയാത്ത കുറേ പേരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ റിയലിസ്റ്റിക് ഡ്രോയിങ് നവീൻ ചെയ്തതാണ് തെളിയിക്കാനുള്ള ഒരേ ഒരു മാർഗം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രോഗ്രസ് പിക്ചേഴ്സ് ഇടുക, പ്രോഗ്രസിന്റെ വീഡിയോസ് ഇടുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷെ ആരും വിശ്വസിക്കില്ല അതെ. അത് വരച്ചതാണ്. നമുക്ക് ഈ AI ടൂൾസ് ഉണ്ട്, അറിയാലോ. നമുക്ക് ഒറ്റ ഉം. സെക്കൻഡ് കൊണ്ട് ഇത് വരച്ചതുപോലെ ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. സോ AI നിന്നും ഒറിജിനൽ ആർട്ടാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവർ അറിയണമെങ്കിൽ നിർബന്ധമായിട്ട് നവീനത്തിൻ്റെ പ്രോഗ്രസ് പിക്ചേഴ്സും വീഡിയോസും എല്ലാം പുഷ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഇപ്പോഴത്തെ കാലഘട്ടം എങ്ങനെ മുന്നോട്ട് പോകുന്നത്, അവിടുന്ന് നമുക്ക് എങ്ങനെ നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് നിലകൊള്ളാമെന്ന് മനസ്സിലാക്കാത്ത കുറേ പേരാണ് പഴയ മെത്തേഡ്. പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, പണ്ട് എക്സിബിഷൻ ചെയ്യുമ്പോൾ എക്സിബിഷൻ്റെ ദിവസം മാത്രമേ ആ പെയിൻറ്റിങ് ആൾക്കാർ കാണാൻ പാടുള്ളൂ എന്നുള്ള റൂൾസും അങ്ങനെ ഉം. കുറേ ചിന്തിച്ചിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടായത്. ഇപ്പം അതൊക്കെ മാറി. ഇപ്പോൾ ഒരാൾ എക്സിബിഷൻ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ പ്രൊമോഷൻ, നമ്മുടെ ആർട്ട് വർക്ക്സിൻ്റെ സാമ്പിൾസ്, നമ്മുടെ വർക്കിംഗ് പ്രോഗ്രസ്, നമ്മുടെ എഫേർട്ടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് എക്സിബിഷന് വരിക. അതെ. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയേ. ഞാൻ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് പറയാതെ ടീച്ചിങ് റിലേറ്റഡ് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഇടാതെ നവീൻ എന്നെ വിശ്വസിക്കില്ല. നവീൻ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യില്ല. എൻ്റെ പരസ്യം മാത്രം കാണാമെന്ന് വിചാരിച്ചു നോക്കി. എൻ്റെ പരസ്യം മാത്രം, ഓൺലൈൻ ക്ലാസ് ഉണ്ട് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആരും ജോയിൻ ചെയ്യില്ല. അതിന് പകരം കുറേ കാലഘട്ടം മുൻപേ നമ്മളിതെല്ലാം ഓപ്പണായിട്ട് ഷെയർ ചെയ്തത് വഴിയാണ് നവീൻ ഇതിലോട്ട് വന്നത്. അപ്പോൾ കമ്മീഷൻ വർക്ക് അതെ. ചെയ്യുന്നുണ്ടെങ്കിലും വർക്ക് ഇൻ പ്രോഗ്രസ് ഷെയർ ചെയ്യാം, കസ്റ്റമൈസിൻ്റെ ഫീഡ്ബാക്ക് ടെസ്റ്റിമോണിയൽസ് ഷെയർ ചെയ്യാം, വർക്കിംഗ് പ്രോഗ്രസ് വീഡിയോസ് ഷെയർ ചെയ്യാം, നവീൻ്റെ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്യാം, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ ഷെയർ ചെയ്യാം. ഇതുവഴി നമുക്ക് ഇൻകം ജനറേറ്റഡ് ആവും. ആർട്ടിൽ ഇൻകം എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റാണ്. എന്തൊക്കെ നിങ്ങൾ ചെയ്താലും അപ്പുറത്ത് ഇൻകം ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, അല്ലേ? ഞാൻ ഫോക്കസ് ചെയ്യുന്ന കാര്യം, ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണെന്ന് എനിക്ക് തിരിച്ചറിയേണ്ട ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. എനിക്ക് ഇൻകം വരുന്നുണ്ടോ? എനിക്ക് ഇൻകം വരുന്നിടത്തോളം കാലം, എൻ്റെ സ്റ്റുഡൻസ് ഹാപ്പി ആവുന്നിടത്തോളം കാലം, അവർക്ക് റിസൾട്ട് കിട്ടുന്നിടത്തോളം കാലം ഞാൻ റൈറ്റ് ട്രാക്കിലാണെന്ന് അർത്ഥം. അപ്പോൾ നവീന് കമ്മീഷൻ വർക്ക്സ് കിട്ടുന്നുണ്ട്, നവീൻ്റെ കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്, അവിടെ നിന്ന് കൂടുതൽ കമ്മീഷൻ വർക്ക്സ് വരുന്നുണ്ടെങ്കിൽ നവീൻ കറക്റ്റ് ട്രാക്കിലാണ്. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ട ആവശ്യമേ ഇല്ല. എനിക്കൊക്കെ ഒരുപാട് വരാറുണ്ട്. ഞാൻ ടീച്ചിങ്ങിൽ നിൽക്കുന്ന ഒരുപാട്, അത് ആർട്ട് പഠിപ്പിക്കാൻ പാടില്ല, ആർട്ട് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന വലിയ കുറേ ആൾക്കാരുണ്ട്. പല ചോക്ക്. അതെ, ഞാൻ ഈ വർക്ക് എടുത്തിട്ടുണ്ടപ്പം എന്റെ ഫാമിലി പെട്ടവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ചെയ്യാൻ പാടില്ല, നിനക്ക് ഇന്ന് വല്ല പോക്കറ്റ് മണി ആയിട്ട് കിട്ടുന്നുണ്ടോ, ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല, നീ വേറെ വല്ല ജോലിക്ക് പോടാ, ഇതൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് അന്ന് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഇൻകം എനിക്ക് ഇതിന്റെ അകത്ത് നിന്ന് ഞാൻ എടുക്കുന്നുണ്ട്. ഇതിന്റെ അകത്ത് എല്ലാവരും വിചാരമുണ്ട് ഇതിന്റെ അകത്ത് ഒന്നും കിട്ടില്ല എന്നുള്ളൊരു വിചാരമാണ്. പക്ഷെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഹാപ്പിയാണ്. നവീൻ നമ്മുടെ സക്സസ്ഫുൾ ആർട്ട് അക്കാദമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ഉണ്ട്. കുറച്ച് ടോപ്പിക് മാത്രമേ അതിൽ കവർ ചെയ്യുന്നുള്ളൂ. ഒന്ന് ടീച്ചിങ് വർക്ക്ഷോപ്സ്, ആർട്ട് സ്കൂൾ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ആർട്ട് സ്കൂൾ, അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ പഠിപ്പിക്കുന്നത് കമ്മീഷൻ വർക്ക്സ്. പിന്നെ കവർ ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്ക് സോഷ്യൽ മീഡിയ. ഏറ്റവും താഴെ എക്സിബിഷനും കൂടി ഞാൻ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് മൊത്തം കണ്ടു കഴിയുമ്പോൾ നല്ല ക്ലാരിറ്റി കിട്ടും. അതങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, വേറെ ഡൗട്ടൊന്നും വേണ്ട. അതിൽ എന്താണോ പറയുന്നത് നവീൻ്റെതായ രീതിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നവീൻ കമ്മീഷൻ വർക്കാണോ എന്തിലാ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ആദ്യം ഒന്ന് ഡിസൈഡ് ചെയ്യുക. ഓൾറെഡി കമ്മീഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, ടീച്ചിങ് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രയോറിറ്റി വയ്ക്കുക. ഏതാണ് ഇപ്പം ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്ത ടൈം മുതലേ ഓൾമോസ്റ്റ് ടീച്ചിങ്ങിലാണ് എനിക്കൊരു ചായ്വ് കൂടുതൽ. എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് കമ്മീഷൻ വർക്കുകളും ഒരു പടി മുന്നിൽ എനിക്കിഷ്ടം ടീച്ചിങ് ചെയ്യാനാണ്. ആർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇൻകം നന്നായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്തൊക്കെ എവിടെ നിന്നൊക്കെ വരും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എല്ലാവരും വിചാരമുണ്ട് ഇതൊന്നും കിട്ടുകയില്ല, പക്ഷെ കിട്ടും. ഞാനും അങ്ങനെ ആദ്യം വിചാരിച്ചിരുന്ന ഒരാളാണ്, എന്ത് കിട്ടുമെന്ന് വിചാരിച്ചു ഞാൻ ഉപേക്ഷിച്ചിരുന്നു. എന്റെ ആർട്ട് വർക്ക് ഞാൻ ഉപേക്ഷിച്ച ആളായിരുന്നു. ഉപേക്ഷിച്ചിട്ട് രണ്ടാമത് കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നാണ് വീണ്ടും. പിന്നെ ഇത് വിട്ട് കളയാൻ എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് കിട്ടുന്ന അവസരം പാഴാക്കാണ്ടിരിക്കും. പാഴ് കഴിഞ്ഞത് പിന്നെ തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന്റെ പുറകെ നടക്കും തോറും ബുദ്ധിമുട്ടാണ്. ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആ.